അസ്സലാമു അലൈക്കും. റമീസ് കിച്ചൺ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ 65യുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇവിടെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് പൊടിച്ച വലിയ ജീരകത്തിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് കശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു 2 ടേബിൾ സ്പൂണ് കശ്മീരി ചില്ലി പൗഡർ വേണം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അതും 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വിനീഗറാണ്. അതും 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ കടലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു 3/4 കിലോ ചിക്കനാണ് കേട്ടോ. 1 കിലോൻ്റെ അടുത്തുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ഫുഡ് കളറും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 3-4 ഡ്രോപ്സ് മാത്രം മതിയാവും. ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചേർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ അതിലേക്ക് വേണ്ടത് 1 മുട്ടയാണ്. അതും കൂടി ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുഡ് കളർ തികച്ചും ഒരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധമില്ല കേട്ടോ. അത് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിനൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല. ഇനി മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പില ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇനി അതേ എണ്ണയിലേക്ക് ഒരു 2-3 പച്ചമുളക് ഒന്ന് കീറി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുക. പച്ചമുളകും ഇവിടെ ഞാൻ വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ചിക്കൻ പൊരിക്കാനായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ മസാലയോടുകൂടി തന്നെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണയിലേക്കൊന്ന് ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. കുറച്ചായിട്ട് വേണം ചിക്കൻ പൊരിച്ചെടുക്കാൻ. ഒന്നിച്ചിട്ട് കൊടുക്കരുത്. കുറച്ചായി ഇട്ടിട്ട് വേണം ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഒന്ന് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അതേപോലെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. കുറച്ച് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാതും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. തിരിച്ച് മറിച്ച് ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കോരിയെടുക്കാൻ കേട്ടോ. ഇതൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ.